പശ്ചിമേഷ്യയിൽ നിന്ന് ഒടുവിൽ ആ വാർത്ത എത്തിയിരിക്കുന്നു. ലോകത്തിന് തന്നെ ആശ്വാസകരമാകുന്ന വാർത്ത. പറഞ്ഞു വരുന്നത്, മാസങ്ങളായി തുടരുന്ന യുദ്ധത്തിന് വിരാമമിട്ടുകൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിൽ ചരിത്രപരമായ വെടിനിർത്തൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഡിജിറ്റലായി ഒപ്പുവെച്ച 14 ധാരണാപത്രത്തോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധത്തിന് ഔദ്യോഗികമായി താൽക്കാലിക വിരാമമായിരിക്കുകയാണ്. ഇത് മറ്റൊരു വിജയം കൂടിയാണ്. സദാസമയം യുദ്ധവെറിയാൽ നടക്കുന്ന നെതന്യാഹുവിനോടുള്ള ഇറാന്റെ മിന്നുന്ന വിജയം. യുദ്ധം അവസാനമില്ലാതെ തുടരാൻ ആഗ്രഹം പൂണ്ട ഇസ്രായേലിനോടുള്ള വിജയം. ഇത് പൂർണ്ണമായും ഇറാന് തന്നെ അവകാശപ്പെടാനുള്ള വിജയമാണ്. ഇസ്ലാമാബാദ് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എന്നറിയപ്പെടുന്ന ഈ ഉടമ്പടി അമേരിക്കയുടെ കടുത്ത ഉപരോധങ്ങൾക്കും സൈനിക നീക്കങ്ങൾക്കും മുൻപിൽ പതറാതെ നിന്ന ഇറാന്റെ സമാനതകളില്ലാത്ത നയതന്ത്ര വിജയമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഇനി കരാറിലെ വ്യവസ്ഥകൾ പരിശോധിച്ചാൽ അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് മുൻപിൽ ഇറാൻ വഴങ്ങിയിട്ടില്ല എന്ന് വ്യക്തമാകും. കരാർ പ്രകാരം യുദ്ധം എല്ലാ മേഖലകളിലും ഉടനടി അവസാനിക്കും എന്ന് മാത്രമല്ല, ഇറാനുമേൽ അമേരിക്ക ചുമത്തിയിരിക്കുന്ന കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ പൂർണ്ണമായും പിൻവലിക്കുകയും ചെയ്യും. കൂടാതെ അമേരിക്ക മരവിപ്പിച്ചു വെച്ചിരിക്കുന്ന ഇറാന്റെ കോടിക്കണക്കിന് ഡോളറിന്റെ ആസ്തികൾ ഉടനടി വിട്ടുകൊടുക്കാനും ധാരണയായിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ യുദ്ധാനന്തര പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഇറാനിലേക്ക് $300 ബില്യൺ ഭീമമായ നിക്ഷേപ ഫണ്ട് എത്തിക്കാനും അമേരിക്ക സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കരാറിന് പിന്നാലെ അമേരിക്കയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത് ഇറാന്റെ കരുത്തുറ്റ നീക്കങ്ങളാണ്. ഹോർമൂസ് കടലിടുക്ക് വഴി ടോളില്ലാതെ കപ്പൽ ഗതാഗതം പുനരാരംഭിക്കുമെന്നായിരുന്നു ട്രംപിന്റെ മുൻ വാഗ്ദാനമെങ്കിലും കടലിടുക്കിലെ പരമാധികാരം ഇറാനാണെന്നും അതിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളിൽ നിന്ന് ഫീസ് ഈടാക്കുമെന്നും ഇറാൻ പാർലമെന്റ് സ്പീക്കർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത് ട്രംപ് ഭരണകൂടത്തിന് കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിക്കിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഇറാനെ അനുകൂലിച്ച് നടത്തിയ പ്രസ്താവനയാണ്. മേഖലയിലെ മറ്റ് രാജ്യങ്ങൾക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ കൈവശം വയ്ക്കാൻ അവകാശമുള്ളപ്പോൾ ഇറാൻ മാത്രം അതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് ആവശ്യപ്പെടുന്നത് അനീതിയാണെന്നാണ് ട്രംപ് തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ പ്രതിരോധാവകാശങ്ങളെ ഒടുവിൽ അമേരിക്കയ്ക്ക് പോലും അംഗീകരിക്കേണ്ടി വന്നു എന്നതിന്റെ പൂർണ്ണ തെളിവാണിത്. കഴിഞ്ഞ ഫെബ്രുവരി മുതൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ അധിനിവേശ ശ്രമങ്ങളെ അതിജീവിച്ചാണ് ഇറാൻ ഈ നയതന്ത്ര വിജയം സ്വന്തമാക്കിയിരിക്കുന്നത്. അമേരിക്കയ്ക്കുള്ളിൽ ഈ കരാറിനെതിരെ കടുത്ത പ്രതിഷേധം ഉയരുമ്പോഴും ഇറാനെ തകർക്കാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം വൈറ്റ് ഹൌസിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾ നടക്കാനിരിക്കെ പശ്ചിമേഷ്യയിലെ കരുത്തരായി ഇറാൻ മാറുന്ന കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. അങ്ങനെ യുദ്ധാനന്തരം സമ്പൂർണ്ണ വിജയം ഇറാന് തന്നെയെന്നുറപ്പിക്കാൻ സമയമായിരിക്കുകയാണ്.